പത്തനംതിട്ട പെരുന്നാടിൽ SNDP സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ ഷർട്ട് ധരിച്ച് ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിൽ കയറി ഭക്തർ. കക്കാട്ട് കോയിക്കൽ ശ്രീധർമ്മശാസ്ത ക്ഷേത്രത്തിലാണ് ഷർട്ട് ധരിച്ച് ദർശനം. എല്ലാ ക്ഷേത്രങ്ങളിലും ഷർട്ട് ധരിച്ചു കയറാൻ അനുവദിക്കണമെന്ന് SNDPയും ശിവഗിരി മഠവും ആവശ്യപ്പെട്ടിരുന്നു. AV ജയശങ്കർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പത്തനംതിട്ട പെരുന്നാട് അയ്യപ്പ ക്ഷേത്രത്തിലാണ് ഇന്ന് രാവിലെ SNDP സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ ഷർട്ട് ധരിച്ചുകൊണ്ട് ക്ഷേത്ര ദർശനം നടത്തിയത്. രാവിലെയോടുകൂടിയായിരുന്നു സംഭവം. ഈ സമയത്ത് പോലീസ് ഉൾപ്പെടെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് അറിയാൻ സാധിച്ചു. പക്ഷേ അവരാരും തടയുന്നൊരു സാഹചര്യം ഉണ്ടായില്ല. എന്തായാലും ഈ SNDP ഉൾപ്പെടെ ശിവഗിരി മഠം ഉൾപ്പെടെ ക്ഷേത്രത്തിനുള്ളിൽ ഷർട്ട് ഉൾപ്പെടെ ധരിച്ച് പ്രവേശനം നൽകാൻ അനുവദിക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ SNDPയുടെ പ്രവർത്തകർ സംയുക്തമായി ക്ഷേത്രത്തിൽ വന്ന് ഇത്തരത്തിൽ ഷർട്ട് ധരിച്ചുകൊണ്ട് ദർശനം നടത്തിയിരിക്കുന്നത്. എന്തായാലും ചേട്ടാ, ഇത് എന്തായിരുന്നു ഇതിൻ്റെ ഒരു ഉദ്ദേശം? ഇപ്പോൾ SNDPയുടെ ഒക്കെ ഒരു തീരുമാനം നടപ്പിലാക്കുക, ഒരു പുരോഗമന ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളെല്ലാവരും കൂടി എടുത്തൊരു തീരുമാനമാണോ? ഈ ആ ഒരു ലക്ഷ്യത്തോടെയാണോ ക്ഷേത്രത്തിൽ കയറിയത്? ഈ വർത്തമാന കാലഘട്ടത്തിൽ SNDP പ്രസ്ഥാനത്തിനും SNDP ശാഖാ അംഗങ്ങൾക്കും ക്ഷേത്രത്തിൽ ജോലിയിൽ പ്രവേശിച്ച കൂടൽ മാണിക്യം ക്ഷേത്രത്തിലെ ബാലുവിനുണ്ടായ അനുഭവങ്ങൾ, അങ്ങനെ നിരവധി സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പെരുന്നാട് സംയുക്ത സമിതി എന്ന് പറയുന്നത് 9 ശാഖകൾ കൂടിയ ഒരു സംയുക്ത സമിതിയാണ്. ആ ശാഖ കൂടി തീരുമാനിക്കുകയും ഇന്ന് 9 മണിക്ക് പെരുന്നാട് ക്ഷേത്രത്തിൽ ഷർട്ട് ധരിച്ച് കയറാൻ ഞങ്ങൾ തീരുമാനിക്കുകയുണ്ടായി. ഞങ്ങളിവിടെ സമാധാനപരമായിട്ടാണ് ഞങ്ങൾ കാര്യങ്ങൾ ചെയ്ത്, യോഗങ്ങളോ മറ്റൊന്നുമില്ലാതെ ഷർട്ട് ധരിച്ചുകൊണ്ട് ദർശനം നടത്തിയപ്പോൾ ആരോ തന്ത്രിയാണെന്നോ മേൽശാന്തി ആരോ ഒരാൾ പറഞ്ഞു ഷർട്ട് ധരിക്കണമെന്ന്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഷർട്ട് ധരിച്ചുകൊണ്ടാണ്, ഞങ്ങളുടെ മൗലിക അവകാശമാണെന്നും പറഞ്ഞ് ഞങ്ങൾ കയറുകയും അതിന് യാതൊരു വിധമായ തടസ്സങ്ങളും പിന്നീട് ഉണ്ടായിട്ടില്ല. പോലീസ് അധികാരികളും ഒക്കെ ഉണ്ടായിരുന്നു. ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ്. ഈ ശബരിമലയിൽ നിന്ന് തിരുവാഭരണമൊക്കെ വരുന്ന ഘട്ടത്തിൽ ഇവിടെ ചാർത്തി പ്രത്യേക ദീപാരാധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. എന്തായാലും ദേവസ്വം ബോർഡ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ എന്താണ് സ്വീകരിക്കുന്നതെന്ന് അറിയാനുണ്ട്. ഒപ്പം തന്നെ ഈ വിശ്വാസികളുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വിശ്വാസികൾക്ക് പ്രശ്നമുണ്ടോ, അത്തരം പ്രതികരണങ്ങൾ ഉൾപ്പെടെ വരാനുണ്ട്. എന്തായാലും SNDPയുടെ സംയുക്ത സമിതി ഈ തീരുമാനവുമായി മുന്നോട്ട് പോകാനാണ് അവരുടെ ഒരു ധാരണ. അവരെന്തായാലും വരും ദിവസങ്ങളും സമാനമായ രീതിയിൽ കാര്യങ്ങളുമായി മുന്നോട്ട് പോകും. ഇതൊരു പുരോഗമന സമൂഹം എന്ന് അവർ പറഞ്ഞുറപ്പിക്കുന്നു. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം AV ജയശങ്കർ, 24 പത്തനംതിട്ട.